ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങളുടെ കാർ സെല്ലർ സിമുലേറ്റർ ഡീലർഷിപ്പായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗേസ്. എൻ്റെ വണ്ടി ആരും മേടിച്ചില്ല ഗേസ്, നാണക്കേട്. വണ്ടി കൊണ്ടുപോയി ശരിയാക്കിയിട്ടൊക്കെ വരാം. പോ സ്റ്റാർട്ട്. മോനെ സൗണ്ട് കേട്ടോ ഗേസ്. ഇതിനകത്താണ് ഗേസ് ടെർബോള, മറ്റേതിനകത്തല്ല. ഇതെന്തുവാ? ഞാൻ കുറേ ദിവസം കൊണ്ടാണ്. ഇതെന്താണ് ഗേസ് ഇവിടെ ട്രക്ക് കിടക്കുന്നത്? ഇതാളിയത്. ഞങ്ങൾക്ക് വണ്ടി ഫ്രീ ആയിട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് വന്ന് ഗേസ്. ഒടുക്കത്തെ സൗണ്ട് ഗേസ്, സൗണ്ട് കുറച്ച് വെക്കാം. കിടിലം സൗണ്ട് തന്നെ ഗേസ്. എന്തുപറ്റി? സൗണ്ടിൻ്റെ അതിനകത്ത് കയറിപ്പോയി, എനിക്കൊന്നും വയ്യ. സെറ്റിങ്സ് സ്കിപ്പ് ചെയ്യാനുള്ള സ്കിപ്പ് വേഗം പോയേ. ബംഗേസ് ഞങ്ങൾക്ക് വണ്ടി കയറ്റാം. കേറ്. ഇതപ്പോൾ പാർട്ട് 3 ആണ്. ഇല്ല, വണ്ടി കയറുന്നില്ലല്ലോ. വണ്ടിക്ക് ഭയങ്കര പാട്. ഇതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാനാ? ഇയാളുടെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലേ. വണ്ടിനകത്ത് ഇറങ്ങാം. നനഞ്ഞ് ചേട്ടാ എന്ത് ചെയ്യാനാ? എൻ്റെ ഹോസ്റ്റ് ബാച്ചാട് വേണ്ട, വണ്ടി തിരിച്ചെടുക്കാം ഗേസ്. ومالك بارتيدان ايه؟ شلونكم يا قمرات؟ من شوي كنت قاعدة أذاكر بس تعبت، فقلت آخذ بريك وأسوي شيء لذيذ ومثل عادتي ഇവന്മാരൊക്കെ പറ്റിയിട്ട് ആട് കാണണം. അല്ല, എന്താ ആട് കാണണം തോന്നുന്നു. പിന്നെ വണ്ടിക്ക് റിവേഴ്സ് ഗിയറില്ലേ? അയ്യോ, ഞാൻ പിടിച്ച വണ്ടി ഇത് ഏത് വണ്ടിയുടെ? വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പെട്ടോ എൻ്റേത് ഇത് വണ്ടി ഇറങ്ങുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വണ്ടീനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ വിചാരിച്ച് സ്റ്റോപ്പിൽ നിന്ന് കാണിച്ചാലോ ഇതൊന്ന്. മേലെ ഇങ്ങോട്ട് തന്നെ വണ്ടി എടുക്കാൻ പോവാം. അങ്ങനെ വണ്ടി ഡ്രിഫ്റ്റ് അടിക്കുമോ? ഇത് വണ്ടി ഇതല്ലേ വണ്ടി അടിക്കില്ല. ഇവിടെയൊക്കെ ഒരു ദിവസം വരണം. ഇതിപ്പോൾ ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ്. തേസ്റ്റ് കൊണ്ട് ഡ്രിഫ്റ്റ് അടിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗേസ്, ഈ വണ്ടി ഡ്രിഫ്റ്റിന് കൊള്ളില്ല. ഒരു വണ്ടിയും കൊള്ളത്തില്ല. ഡ്രിഫ്റ്റ് കിങ്. വണ്ടി ഓഫ് റോഡർ തന്നെ. കാർ വാസ് ഡാമേജഡ്. ഇത് രസം കാണിക്കുന്ന എങ്ങനെ ഇപ്പോൾ പുറത്തിറക്കുമോ? ഇവിടെ സ്ഥലമുണ്ടോ? ഞാൻ വീണ്ടും കൊണ്ടുവച്ചിടിച്ച് കയറാൻ. വണ്ടിക്ക് ഭയങ്കര രസം. ഇറങ്ങാൻ പറ്റില്ലെന്നുള്ളൂ വണ്ടിക്ക്. കയറാൻ വണ്ടിക്ക് പോയി കുഴപ്പമില്ല, ഇറങ്ങാനാ പാട്. ഇറങ്ങി ഫോണിനകത്ത് നെറ്റൊക്കെ ഓഫ് ചെയ്തിടാൻ പറ്റുന്ന കൊള്ളായിരുന്നു. ഇത് ഓഫ്ലൈൻ അല്ലല്ലോ, ഇത് ഓൺലൈനല്ലേ. ഞങ്ങൾക്ക് പോയി വണ്ടി ഒന്ന് ശരിയാക്കാം ഗൈസ്. പോട്ട വണ്ടി അല്ലാതെ ഓടത്തില്ല. ഞങ്ങൾ കണ്ട് വണ്ടി ശരിയാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്.
കാറ് റിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ സർവീസ് സ്റ്റേഷൻ. വണ്ടിയുടെ ബമ്പറൊക്കെ ഇരിക്കുന്നു. ചേട്ടാ ഇവിടെ വണ്ടീനകത്ത് നിന്ന് ഇറങ്ങണം. എല്ലാം മേടിക്കും. ടെർബോ വേണമെങ്കിൽ ടെർബോ വേണം. ബായ് റേസിംഗ് കിറ്റ് ഉണ്ടോ? റേസിംഗ് കിറ്റ് വേണം. ഡ്രിഫ്റ്റ് കിറ്റ് അതും വേണം. ഇപ്പം തന്നെ ഞങ്ങളുടെ പൈസ മൊത്തം പോയി കാണും കേസ്. ഇത്രയും മതി. ഇപ്പം കാണുമ്പോൾ നോർമൽ വണ്ടി, പക്ഷേ എൻ്റെ അകത്ത് ഡ്രിഫ്റ്റ് കിറ്റും റേസിംഗ് കിറ്റ് ടെർബോയും എല്ലാം ഉണ്ട്. നമുക്ക് ഡ്രിഫ്റ്റ് കിറ്റുകളൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ പൈസ നോക്ക് 480. ഡ്രിഫ്റ്റ് കിറ്റ് റേസിംഗ് കിറ്റൊക്കെ വെച്ചപ്പോൾ വണ്ടിയുടെ ലെവല് മാറി. വണ്ടി കിടിലായി. ഈ ഡ്രിഫ്റ്റ് അടിക്കുന്നില്ലെന്ന് ഞങ്ങളുടെ കടയിൽ കയറാം. ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് ചെറുതായിട്ട്. ആ വീട് നോക്ക്, എൻ്റെ ഷോപ്പ് നോക്ക്. വീടെന്ത് വലുത്, എൻ്റെ കട എന്ത് ചെറുത്. റേസിംഗ് കിറ്റൊക്കെ ഉള്ള വണ്ടിയെ കുറച്ച് കൂടുതൽ പൈസ വേണം. ഒരു 12,000 വെക്കണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി. കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടാം, അവർക്ക് എടുത്തുകൊണ്ട് വരാൻ പോട്ടെ. അല്ലെങ്കിൽ അവരിനിപ്പോൾ സ്ക്രാച്ച് ആയെന്ന് പറഞ്ഞ് എടുത്തിരുന്നില്ല. കാർ ഫോർസ് ഇല്ല. ശരി, ഞങ്ങൾ കടയുടെ പേര് മാറ്റാൻ മറന്നുപോയി. ഇതൊക്കെ മറന്നുപോയി. ഓർമ്മിപ്പിക്കണം. എന്തായാലും കടയുടെ പേരിപ്പോൾ മാറ്റാൻ പറ്റുമോ? അങ്ങനെ വണ്ടിനകത്ത് നിന്ന് ഒഴിഞ്ഞു നോക്കാം. എൻ്റെ ഇപ്പോഴും എനിക്ക് ചെയ്യണം. എനിക്കിപ്പം എങ്ങനെയെങ്കിലും വണ്ടിയുടെ കടയുടെ പേര് മാറ്റിക്കുന്നത്. എന്നെ തള്ളിക്കൊണ്ട് പോയി. എൻ്റെ ഡോറ് എനിക്കിഷ്ടം. ലാഗ് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ലാഗാണോ എനിക്ക് നടക്കാൻ അറിയാത്തതാണോന്ന് വെച്ചാൽ രണ്ടുമാണ്. എന്ത് ചെയ്യും? എനിക്കിത് ദേഷ്യം വരുന്നത്. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും കമ്പ്യൂട്ടർ ഓണാക്കാം. വെബ് പേജ് വേണ്ട, ഓഫീസ് എഡിറ്റ്. 10 ആഡ് കാണണം പേജ് മാറ്റാൻ. പറ്റില്ല ഗീസ്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ വണ്ടി വിൽക്കാം. അതൊന്നും ശരിയല്ലേ. എനിക്കൊരു 6,000 ഒരു 12,000 ഇടണം. അത്രയും വിലക്കുള്ള വണ്ടിയാണ്. അതിൽ കൂടുതൽ വേണം. എന്തായാലും ഇപ്പോൾ ഒരു 12,000 ഒക്കെ കൊടുക്കാം. ഇനി ഞാൻ കറങ്ങിപ്പോൾ ഇനി മേടിക്കാൻ അതിന് മേടിക്കാൻ വരണേ. ആരുമില്ലേ? കട ഓപ്പണല്ല. ഓപ്പൺ ഓഫീസ്. ഓക്കെ, ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ഈ രാത്രിയായി. എൻ്റെ വണ്ടിക്ക് ഇന്നും സമാധാനമില്ല. എന്തായാലും വീട്ടിൽ പോവാം. വിൽക്കാനിരിക്കുന്ന വണ്ടി ഉണ്ട് തന്നെ. വീട്ടിൽ പോവാം കേസ്. അതെടുക്കാൻ പറ്റില്ല കേസ്. ആട് വന്നു. കുട്ടുമോനി കുട്ടു തന്നെ കൂട് പറഞ്ഞിറങ്ങി അന്ന്. അപ്പം കേസ് ഇത് പിന്നെ ഇടാം കേസ്. ഇത്രയേ ഉള്ളൂ കേസ്. ബൈ.